ഹലോ ഗായ്സ്, MS എക്സലിന്റെ 12ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PMT, IPMT, PPMT, CUM, IPMT, CUM, PRANC എന്നീ ഫംഗ്ഷൻസ് ആണ്. ഈ ഫംഗ്ഷൻസ് ഒക്കെ കോമൺലി യൂസ് ചെയ്യുന്നത് EMI കാൽക്കുലേഷനും പിന്നെ അതിന്റെ പേയ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടും എന്നീ കാര്യങ്ങൾക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലോൺ ടേക്കൺ എന്നുള്ള എക്സാമ്പിൾ ആണ്. ലോൺ ടേക്കൺ പ്രസന്റ് വാല്യൂ 1,50,000 വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ആനുവലി നമ്മൾ 3% വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പേയ്മെന്റ്സ് ഇൻ ഇയർ 5 ഇയർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ EMI കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് EMI എന്ന് ഉദ്ദേശിക്കുന്ന ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈക്വൽ ടു അടിക്കും. PMT എന്നുള്ള ഫംഗ്ഷൻ ആണ് EMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. PMT എന്ന് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതാണ് കണ്ടോ, റേറ്റ് വന്നിട്ടുണ്ട്. റേറ്റ് എന്ന് വന്നിട്ടുണ്ടോ, റേറ്റ് N per PV FV ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3% ആണ്. 3% ആനുവലി നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് മന്ത്ലി ആക്കണം. കാരണം ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് മന്ത്ലി ആണല്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം, ഡിവൈഡഡ് ബൈ 12 കൊടുക്കും. ഓക്കെ, ഈ 30% ഡിവൈഡ് ബൈ 12 കോമ. ഇനി N per എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് പേയ്മെന്റ്സിനെയാണ്. അപ്പോൾ നമ്പർ ഓഫ് പേയ്മെന്റ്സ് ഇൻ ഇയർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതും നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. 5 into 12 ഇയർ മന്ത്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇൻറ്റു 12. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര മാസം അടക്കണം എന്നുള്ള വാല്യൂ അവിടെ കിട്ടും. ഓക്കെ, കോമ ഇടുക. എന്നിട്ട് PV എന്ന് ഉദ്ദേശിക്കുന്ന പ്രസന്റ് വാല്യൂ തന്നെയാണ്. പ്രസന്റ് വാല്യൂ നമ്മൾ അത്ര ലോൺ എടുത്തിട്ടുള്ള ആ എമൗണ്ട്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫ്യൂച്ചർ വാല്യൂ FV വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. ലാസ്റ്റ് നമുക്ക് നമ്മൾ 0 ആണ്, ഒരു എമൗണ്ട് ബാക്കി ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 0 ആണല്ലോ ലാസ്റ്റ് വരേണ്ടത്. ഓക്കെ, 0 ഫീച്ചർ വാല്യൂ 0, അതായത് കംപ്ലീറ്റ് നമ്മൾ അടച്ചു തീർക്കണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് പോകുന്നത്. 0 കൊടുക്കും. നിർബന്ധമില്ല ഇത് കൊടുക്കണമെന്നും. ഈ ഒരു FVയും ടൈപ്പും കൊടുക്കണം, ഇവിടെ കൊടുക്കണം നിർബന്ധമില്ല. പക്ഷെ എന്നാലും ഞാൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, FV 0 കൊടുക്കും. കോമ. ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി പീരീഡ് ആണോ അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദി പീരീഡ് ആണ്. അതായത് മാസത്തിന്റെ ആദ്യമാണോ ഞാൻ കൊടുക്കേണ്ട എമൗണ്ട് കൊടുക്കൽ, അല്ലെങ്കിൽ എൻഡിങ്ങിലാണോ കൊടുക്കുന്നത്, ആ രീതിയിൽ. അപ്പൊ ഞാനിപ്പോൾ എൻഡിങ്ങിലാണ് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കിടക്കണ്ടോ 0 എന്ന് കൊടുക്കാം വീണ്ടും. അതായത് പൊതുവെ നമ്മൾ മാസം അവസാനം അടക്കുന്നു. അപ്പോൾ 0 എന്ന് കൊടുക്കും മാസം അവസാനം. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എൻ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വാല്യൂ വന്നിട്ടുണ്ട്. അത് ഡോളറിലാണ് കാണിക്കുന്നത്. നമ്മൾ പ്രോപ്പർട്ടീസിലൊന്നും പോയിട്ട് മാറ്റിയാൽ മതി കേട്ടോ, ജനറൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ മൈനസ് വന്നിട്ടുണ്ട്. ഈ മൈനസ് പൊതുവെ നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു PMT ഫംഗ്ഷന്റെ നേർക്ക് പോയിട്ട് ഒന്ന് മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. അതാണ് നമ്മളെ ശരിയായ വാല്യൂ. ഓക്കെ, ഉണ്ടോ? ഈ ഒരു പ്രോപ്പർട്ടീസ് പോയിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഫോർമുല ടൈപ്പ് ചെയ്ത് വെച്ചതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഈക്വൽ ടു അതിന് ശേഷം മൈനസ് കൊടുത്താൽ മതി. എന്നാൽ ആ മൈനസ് അങ്ങ് പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ കറൻസി ഒന്ന് മാറ്റിയിട്ട് ജനറൽ കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ ഈക്വൽ മന്ത്ലി അടക്കേണ്ട എമൗണ്ട്. ഈ 2695 എന്നുള്ള എമൗണ്ട് ആണ് നമ്മൾ മന്ത്ലി അടക്കേണ്ടത്. അതാണ് EMI. ഓക്കെ, അത് എത്ര മാസത്തേക്ക് അടക്കണം എന്നുള്ള നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ഇത് ഈക്വൽ ടു 5 into 12, അതായത് 60 മാസം നമ്മൾ അടക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു എമൗണ്ട്. ഇനി നെക്സ്റ്റ് CUM IPMT, അതായത് ക്യുമുലേറ്റീവ് IPMT എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇൻട്രസ്റ്റ് നമ്മൾ എത്ര പലിശ കൊടുക്കണം എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ്, ടോട്ടൽ എത്ര പലിശ കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു ലോൺ ടേക്കണിന് പുറമെ നമ്മൾ പലിശ അടക്കം ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ. എന്നിട്ടാണല്ലോ നമ്മൾ EMI എമൗണ്ടിലെ കാൽക്കുലേറ്റ്, ടോട്ടൽ എമൗണ്ട് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് EMI. ഓക്കെ, ഓരോ മന്ത്ലിന്റെ ഈ ഇൻട്രസ്റ്റ് അടക്കമുള്ള എമൗണ്ട് എത്രയാണ്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് EMI. CUM IPMT എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അത് ക്യുമുലേറ്റീവ് ആണ്. നമ്മൾ ടോട്ടൽ എത്ര പലിശ അടക്കണം, അതായത് ഈ ഒരു 60 മാസത്തെ ടോട്ടൽ എത്ര പലിശ അടക്കണം, പലിശ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല ആണ് ഇത്. ഓക്കെ, സെയിം മെത്തേഡ് തന്നെയാണ്. റേറ്റ് ചോദിച്ചിട്ടുണ്ട്. റേറ്റ് കൊടുക്കും 3% ഡിവൈഡഡ് ബൈ 12 കോമ. N per എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് പേയ്മെന്റ്സിനെയാണ്. നമ്പർ ഓഫ് പേയ്മെന്റ്സ് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻറ്റു 12 കൊടുക്കും കോമ. PV എത്രയാണ് 1,50,000 കോമ. ഇവിടെ സ്റ്റാർട്ടിംഗ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ് 1ാമത്തെ മാസമാണ്. ഇനി എൻഡിങ് മന്ത് എന്ന് പറഞ്ഞാൽ 60ാമത്തെ മാസമാണ്. ഓക്കെ, ഇനി ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മാസം സ്റ്റാർട്ടിംഗ് ആണോ അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റാർട്ടിംഗ് ആണോ അല്ലെങ്കിൽ എൻഡിങ് ആണോ, ആ രീതിയിൽ. ഓക്കെ, 0 കൊടുക്കും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോർമുലയുടെ ഫ്രണ്ടിൽ നമ്മൾ മൈനസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു എമൗണ്ട് 11,718 ഈ എമൗണ്ട് ആണ് നമ്മൾ ടോട്ടൽ പലിശ കൊടുക്കുന്നത്. ഓക്കെ,
ഇനി ടോട്ടൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ്. ടോട്ടൽ പ്രിൻസിപ്പൽ എന്ന എമൗണ്ട് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യുമുലേറ്റീവ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? ഈ 1,50,000 തന്നെയാണ്. ക്യുമുലേറ്റീവ് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമാണ് ചോദിക്കുന്നത്. അതിനും ഫോർമുലയുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, അത് നമ്മൾ ഓരോ ഇത്ര മാസം എത്ര പേയ്മെന്റ് കണക്കാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ഫോർമുല ആക്ച്വലി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ നമ്മൾ ക്യുമുലേറ്റീവ് ആയിട്ട് എടുക്കുന്നത് അത് 1,50,000 തന്നെ വരും. ഈക്വൽ ടു CUM PRINC റേറ്റ് 3% ഡിവൈഡഡ് ബൈ 12, നമ്പർ ഓഫ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 60 മാസം അല്ല, 60 മാസം, PV 1,50,000. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ് 1 ആണ്. ഇനി എനിക്കിപ്പോൾ ആദ്യത്തെ 10 മാസം എത്ര എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ പീരീഡ് 1 to 10 എന്ന് കൊടുത്താൽ മതി. എന്നാലും 10 മാസത്തെ എമൗണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാണ് ഇതിനെ കൊണ്ടുള്ള ഉപയോഗം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 15 മാസം എത്ര എമൗണ്ട് അടക്കണം, ഇല്ലെങ്കിൽ 24 മാസം എത്ര എമൗണ്ട് അടക്കണം, ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ ഇവിടെ സാധിക്കും. കാരണം ഇവിടെ 1 കൊടുക്കും സ്റ്റാർട്ടിംഗ് പീരീഡ്, എൻ പീരീഡ് നമുക്ക് ഏത് മാസം വരെയാണ് നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 20 മാസം 20ാമത്തെ മാസം എത്ര നമ്മൾ എമൗണ്ട് അടക്കേണ്ടി വരും, അത് കാൽക്കുലേറ്റ് ചെയ്യണം ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻ പീരീഡ് ഞാൻ 60 കൊടുക്കുന്നുണ്ട്. 60,0, അതായത് ആ 1,50,000 0 എന്ന് ഉദ്ദേശിക്കുന്ന ആ എൻ പീരീഡോ അല്ല ഒരു മാസത്തിന്റെ ആദ്യമാണോ അല്ല അവസാനമാണോ, ആ രീതിയിൽ ബ്രാക്കറ്റ് പ്ലസ് ND. അത് 1,50,000 സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും. കാരണം ഇതാണല്ലോ നമ്മൾ ടോട്ടൽ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയും ആ മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല ഫ്രണ്ടിൽ മൈനസ് എന്നുണ്ടോ എന്നിട്ടൊന്ന് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഈ 2 എമൗണ്ടും കൂടിയാണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, അതായത് ടോട്ടൽ നമ്മൾ അത്ര പൈസ അടക്കണം, ഇൻട്രസ്റ്റ് പലിശ അടക്കം അത്ര എമൗണ്ട് അടക്കണം. ഓക്കെ, അത് രണ്ടും കൂടി കൂട്ടി നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട്, ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ ടോട്ടലി അടക്കേണ്ടി വരും. ഓക്കെ, EMI ആയിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ അടക്കേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ഈ എമൗണ്ട് നമ്മൾ 60 മാസം കൊണ്ട്, ഇതിപ്പോൾ 60 ഒരു മാസത്തെ എമൗണ്ട് ആണല്ലോ ഇത്, ഈ മാസം. ഓക്കെ, ഇത് ഒരു മാസത്തെ എമൗണ്ട് ആണ് ഈ 2695. അത് 60 മാസം അടച്ചാൽ എത്ര എമൗണ്ട് വരും നമുക്ക് നോക്കാം. സെയിം എമൗണ്ട്, അതായത് ഈ എമൗണ്ട് ആയിരിക്കണം പലിശ അടക്കമുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, പലിശ അടക്കമുള്ള എമൗണ്ട് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇത് പലിശ ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചതാണ്, ടോട്ടൽ പലിശ ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് 1,61,718. ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ തിരിച്ചടക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ മന്ത്ലി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, മന്ത്ലി എമൗണ്ട് ഞാൻ ഇവിടെ ഓൾറെഡി കുറച്ച് ഫോർമുലാസ് എല്ലാം കാണിച്ചു. ഇവിടെ അഡീഷണലി കുറച്ച് ഫോർമുലാസും കൂടി ഉണ്ട്. അതായത് IPMT, മന്ത്ലി ഇൻട്രസ്റ്റ് എത്ര കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, മന്ത്ലി ഇൻട്രസ്റ്റ്, മന്ത്ലി പേയ്മെന്റ്, അത് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, EMI പിന്നെ എല്ലാ മാസവും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൂടി നമുക്ക് നോക്കാം. അത് സെപ്പറേറ്റ് ഫോർമുലയാണ്, IPMT PPMT എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മന്ത് നമുക്ക് എത്ര എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കാം. ആദ്യത്തെ മാസം, 2ാമത്തെ മാസം, 3ാമത്തെ മാസം, ഓരോ മാസം പേയ്മെന്റിൽ ഇൻട്രസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇൻട്രസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഈ PPMT ഈ ഒരു എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ EMI സെയിം തന്നെ ആയിരിക്കും, ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ്, ഈ 2 എമൗണ്ട് കൂടെ കൂട്ടിയതാണ് EMI. ഓക്കെ, 60 മാസത്തെ റേഞ്ചിൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മന്തിൽ നമ്മൾ എത്ര ഇൻട്രസ്റ്റ് അടക്കണം, എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് അടക്കണം, ടോട്ടൽ EMI ഈ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓരോ മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈക്വൽ ടു അടിക്കും IPMT എന്ന് ടൈപ്പ് ചെയ്യാം, ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ റേറ്റ് കാണിച്ചിട്ടുണ്ടോ, റേറ്റ് എല്ലാം മന്ത്ലി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം റേറ്റ് 3% ഡിവൈഡ് ബൈ 12, ഇനി പെർന്ന് ഉദ്ദേശിക്കുന്ന മന്താണ്, ഏത് മാസമാണ്, 1ാമത്തെ മാസം. അപ്പോൾ 1ാമത്തെ മാസത്തെ നമുക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് മന്ത് പേയ്മെന്റ് എത്രയാണ്. ഓക്കെ, ഫസ്റ്റ് മന്തിലെ പേയ്മെന്റ്. ഓക്കെ, കോമയിടുക. ഇനി എൻ പെർന്ന് പറഞ്ഞത് നമ്പർ ഓഫ് പേയ്മെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെന്റ്സ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെന്റ്സ് 5 years ആണ്. 5 × 12 കൂട്ടും, 60 മാസത്തി. ഇനി PV എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ലോൺ ടേക്കൺ എമൗണ്ട് എത്രയാണ്. ഓക്കെ, ഇനി FV ഞാൻ പറഞ്ഞ ഫ്യൂച്ചർ വാല്യൂ 0 ആയിരിക്കണം, ആ രീതിയിൽ 0 എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി എൻഡ് ഓഫ് ദ പീരീഡ് ആണ്. ഓക്കെ, ബ്രാക്കറ്റ് എൻട്രി. അത് ഈ മാസം ഫസ്റ്റ് മന്ത് 375 rupees 375 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ അടക്കേണ്ടത്. ഓക്കെ, അതൊന്ന് നമ്മൾ മാറ്റിയിട്ടൊന്ന് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഡോളറും ഈ കാര്യങ്ങളൊന്നും വരുന്നുണ്ടോ, ജനറൽ കൊടുത്തിട്ട് ഇത് മൈനസ് ഒന്ന് മാറ്റി കളയാം. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് ഫോർമുല ഫ്രണ്ടിലിടും, എന്നിട്ട് എൻ്റർ ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പം ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിപ്പം ഡ്രാഗ് ചെയ്താൽ എന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് കണ്ടോ എറർ വാല്യൂ കാണിക്കും.
കാരണം ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ അത് ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ലോക്ക് ചെയ്തേക്കണം. അപ്പോൾ ഈ C4 നമ്മളൊന്ന് ലോക്ക് ചെയ്യണം. ഇതുണ്ടോ C4 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ C4 വന്നിട്ടുണ്ട്. അപ്പോൾ C4 എന്നുള്ള സെൽ വാല്യൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ലോക്ക് ചെയ്തിട്ട് വെക്കണം. അപ്പം F4 അടിച്ചാൽ മതി. ഓക്കെ, ഇനി C14 ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? C14 ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് ഓരോ ഇതിലും ഡ്രാഗ് ചെയ്യുമ്പോൾ മാറി വരണം. അപ്പോൾ C4 ലോക്ക് ചെയ്യണ്ട. ഇനി C5 എന്ന നമ്പർ ഓഫ് പേയ്മെന്റ്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ ലോക്ക് ചെയ്ത് നോക്കണം. F4 വീണ്ടും അടിക്കും. ഓക്കെ, ഇനി C3 ലോക്ക് ചെയ്യുക, കാരണം ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് താഴോട്ടേക്ക് പോകും, അതുകൊണ്ട് അത് ലോക്ക് ചെയ്യുക. F4 എന്നിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ പ്രോപ്പർട്ടീസ് ഒന്ന് മാറ്റിയിട്ട് ജനറലിലേക്ക് കൊടുക്കും. ഓക്കെ, ഈ 375 ആണ് ഫസ്റ്റ് മന്ത് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ അടക്കേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് കേട്ടോ. ഇനി ഇവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ എമൗണ്ട്, ഓരോ മാസത്തെ എമൗണ്ട് വ്യത്യാസമുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ കണ്ടോ ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞു വന്നിട്ടുണ്ടോ? കുറഞ്ഞുകൊണ്ട് ഏറ്റവും കംപ്ലീറ്റ് ക്ലിയർ ആകും. ഓക്കെ, ഇനി നെക്സ്റ്റ് PPMT ആണ്. അപ്പോൾ PPMTയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഓരോ മാസത്തെയും ഡിഫറൻസ് ഉണ്ടാവും, ഓരോ മാസത്തെയും വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു അടിക്കും. അതായത് ടോട്ടൽ EMIയിൽ എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ഇൻട്രസ്റ്റ് റേറ്റ്, ആ രീതിയിൽ കാൽക്കുലേറ്റ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിച്ചു. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് EMI എമൗണ്ടിൽ എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വരുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി PPMT എന്ന് ടൈപ്പ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. റേറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ 3% ഡിവൈഡഡ് ബൈ 12 കൊടുക്കും. പെർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ മന്ത്. ഓക്കെ, ഒന്നാമത്തെ മാസം. എൻ പെർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പേയ്മെന്റ്സ് 5 × 12 60 മാസം. PV എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രസന്റ് വാല്യൂ ക്ലിക്ക് ചെയ്യാം. കോമയുടെ ഇനി ഫ്യൂച്ചർ വാല്യൂ നമുക്കെന്താ സംഭവിക്കേണ്ടത്? 0 ആയിരിക്കണം. ലാസ്റ്റ് നമുക്ക് പേയ്മെന്റ് 0 ആയിരിക്കണം. 0 കൊടുക്കും. ടൈപ്പ് 0 കൊടുക്കാം. ക്ലോസ് എൻട്രി. ഓക്കെ, ഇതാണ് എമൗണ്ട്. ഓക്കെ, ഈ ഫസ്റ്റ് മന്ത് വരുന്ന എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ഈ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സെൽ വാല്യൂ ഒന്ന് ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അതെല്ലാം മാറിക്കോളും. ഒന്ന് F4 അടിച്ചിട്ട് ആവശ്യമുള്ള സെല്ലുകളിലൊന്ന് ലോക്ക് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് ഇവിടെ മൈനസ്, ഓരോന്നിന്റെ ആൻസർ മൈനസ് ആയിരിക്കും, അതുകൊണ്ട് ഫ്രണ്ടിൽ മൈനസ് ഇടേണ്ടി വരും. ഓക്കെ, മൈനസ് ഇട്ടാൽ ആ മൈനസ് എന്നുള്ള സാധനം ക്ലിയർ ചെയ്തു ജനറലോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ ഓരോ മാസത്തിനും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് EMI എന്ന് ഉദ്ദേശിക്കുന്ന ഈ രണ്ട് എമൗണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തില്ല. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എത്ര? 2695. എല്ലാ മാസവും 2695 നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ 2695.30 കിട്ടണം. നമുക്ക് നോക്കാം. ഈക്വൽ ടു പ്ലസ് 375 പ്ലസ് 2320 എൻ്റർ ചെയ്യാം. കണ്ടോ, ഇനി നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കും. എല്ലാ എമൗണ്ടും 2695 ഈക്വലി, അതായത് ആൻസർ കറക്റ്റ് ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് EMI. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് EMI കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര അടക്കേണ്ടത് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമ്മൾ ടോട്ടൽ എത്ര അടക്കണം എന്ന് കിട്ടുള്ളൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഈക്വൽ ടു സം ഓഫ്, ഇത് കംപ്ലീറ്റ് ഈ സമ്മ ഇതിന്റെ തേച്ചും EMIന്റെ തേച്ചും സമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ എത്ര അടക്കണം എന്നുള്ള എമൗണ്ട് വരും. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ ഇതാണ് നമ്മൾ ടോട്ടൽ അടക്കേണ്ട എമൗണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇപ്പോൾ IPMT എന്നുണ്ടോ, ക്യുമുലേറ്റീവ് IPMT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതെത്ര നമുക്ക് നോക്കണമല്ലോ. അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആഡ് ചെയ്ത് നോക്കിയിട്ട് ഈ എമൗണ്ട് കിട്ടുന്നുണ്ടോ നോക്കും. അങ്ങനെ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും, എന്തായാലും കറക്റ്റ് ആയിരിക്കും. ഇത് ഓൾറെഡി കറക്റ്റ് ആണ്. അപ്പം ഈ IPMT എന്നുള്ള ഇതിന്റെ എല്ലാ വാല്യൂസ് ആഡ് ചെയ്താൽ ഈ എമൗണ്ട് കിട്ടുന്നുണ്ടോ നോക്കും. കാരണം ക്യുമുലേറ്റീവ് IPMT നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ ഈക്വൽ ടു സം കൂടെ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആഡ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്യാം. എന്നാൽ എത്ര എമൗണ്ട് കിട്ടണം? 11,000 ഉണ്ടോ? സെയിം എമൗണ്ട്. അതായത് ഇത് ക്യുമുലേറ്റീവ് ആയിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഇതെല്ലാം കൂടി ആഡ് ചെയ്താലും ഈ എമൗണ്ട് തന്നെ വരും. അതായത് ക്യുമുലേറ്റീവ് ഇത്ര എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കുന്നത്. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ഇവിടുന്ന് എടുത്തിട്ട് ഡ്രാഗ് ചെയ്താലും മതി, കുഴപ്പമില്ല. 1,50,050. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 1,50,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് EMIന്റെ എമൗണ്ട് കിട്ടും. ടോട്ടൽ എമൗണ്ട് എത്ര അടക്കണം? ഓക്കെ, ഇനി ബാലൻസ് എമൗണ്ട് ടു ബി പെയ്ഡ്, അത് നമുക്ക് എത്ര ബാക്കി അടക്കാനുണ്ട്, നമ്മൾ ഓരോ മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി എത്ര ബാക്കി അടക്കാനുണ്ട്, ഇനി എത്ര അടവുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും ഈ ഒരു എമൗണ്ട് ആണല്ലോ നമ്മൾ ഫുൾ അടച്ചു തീർക്കേണ്ടത്.
അപ്പം ബാലൻസ് എമൗണ്ട് എത്ര അടക്കാനുണ്ട് ഓരോ മാസവും നമ്മൾ ഒരു മന്ത്ലി അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മാസം അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയുണ്ട് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് സാധാരണ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അത് ഓരോ മാസത്തെയും മൈനസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് കാണിച്ചു തരാം. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ എമൗണ്ട് അടക്കേണ്ടത് അല്ലേ, ഈക്വൽ ടു ഈ എമൗണ്ട് നമ്മൾ ടോട്ടലായിട്ട് അടക്കേണ്ടത്, അല്ലാണ്ട് 1,50,000 അല്ല. 1,50,000 അടക്കം പലിശ അടക്കമുള്ള എമൗണ്ടാണ് നമ്മൾ അടക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു കൊടുക്കും. എന്നിട്ട് മന്ത്ലി എത്ര ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് അടക്കണം, EMI ഈ 2695 അത് മൈനസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, മൈനസ് EMI എമൗണ്ട്, ഒന്നാമത്തെ മാസത്തെ EMI എൻ്റർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ മാസം കഴിയുമ്പോൾ 1,59,022 ഈ എമൗണ്ട് അടക്കേണ്ടി വരും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തെന്ന് സംഭവിക്കും, അടച്ച് പോയി ലാസ്റ്റ് എത്തുമ്പോൾ അത് 0 ആയി. ഓക്കെ, കണ്ടോ, അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. അവസാനം എത്തുമ്പോൾ അത് 0യിലേക്ക് വന്നു. അതായത് ഓരോ മാസം നമ്മൾ അടക്കുമ്പോൾ കണ്ടോ ഇത്ര എമൗണ്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ അത് 0 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യുമുലേറ്റീവ് IPMT നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച സംഭവം തന്നെയാണ്. ക്യുമുലേറ്റീവ് IPMT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ടോട്ടലാണ് നമ്മൾ കാൽക്കുലേറ്റ്. നമുക്ക് ഇനി മന്ത്ലി നമുക്ക് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര മാസം നമ്മൾ ഇത്ര ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് അടച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാം. കോമൺലി അത് യൂസ് ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. ഈക്വൽ ടു കൊടുക്കും, ക്യുമുലേറ്റീവ് IPMT എടുക്കും. റേറ്റ് നേരത്തെ ചെയ്ത അതേ കാൽക്കുലേഷൻ തന്നെയാണ്, പക്ഷെ ആകെ വ്യത്യാസം നമ്മൾ സ്റ്റാർട്ടിംഗ് പീരീഡും ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടിംഗ് പീരീഡ് എൻ പീരീഡിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എൻ പീരീഡിൽ വ്യത്യാസമാക്കിയിട്ട് ചെയ്താൽ അതാ കുറച്ചുകൂടി ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് പോകുന്നത്. മറ്റേത് നമ്മൾ ടോട്ടലി ഉള്ള എമൗണ്ട് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഓരോ മാസം കഴിയുമ്പോൾ അത് ആഡ് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, റേറ്റ് 3% ഡിവൈഡഡ് ബൈ 12, n per number of payments into 12, PV present value 1,50,000, starting period 1 തന്നെ കൊടുക്കും. സ്റ്റാർട്ടിംഗ് പീരീഡ് എല്ലാത്തിനും 1. ഓക്കെ, എൻ പീരീഡ് ഇവിടെ കൊടുക്കാം. ഓക്കെ, എൻ പീരീഡ് അതായത് ഒന്നാമത്തെ മാസം. ഇത് രണ്ടാമത്തെ മാസം ആകുമ്പോൾ ഒന്നാമത്തെ മാസം മുതൽ രണ്ടാമത്തെ മാസം വരെ എത്ര പലിശ അടിച്ചു ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, കോമയിടോ എന്നിട്ട് 0 കൊടുക്കും. അതായത് എൻഡ് ഓഫ് ദി പീരീഡ് ആണ് ഞാൻ പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യും. ഈ മൈനസിന് അപ്പം മൈനസ് വരും. അപ്പം മൈനസിന് മാറ്റാൻ വേണ്ടി ജസ്റ്റ് മൈനസിന് ഇട്ടാൽ മതി ഫ്രണ്ടിൽ. ഓക്കെ, 375 വന്നിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ മാസം ഞാൻ 375 അടച്ചു. അപ്പം അതിനു മുന്നേ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു കാര്യം കണ്ടോ, ഇവിടെ റേറ്റിൽ നമ്മളൊന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, വാല്യൂസ് ഒന്ന് ലോക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ F4 അടിച്ചിട്ട് ലോക്ക് ചെയ്യാം. ഇവിടെയും ലോക്ക് ചെയ്യാം. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ലോക്ക് ചെയ്യുക, ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ അങ്ങ് വിട്ടേക്കും. ഇവിടെ ലോക്ക് ചെയ്യും. ഇനി C14 ലോക്ക് ചെയ്യേണ്ട, കാരണം ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് പോകണം. അതുകൊണ്ട് C14 ലോക്ക് ചെയ്യുക. ഓക്കെ, 375 ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. പലിശ ഉണ്ടോ, പലിശ ആഡ് ചെയ്ത് പോകുന്നുണ്ടോ. ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ പറഞ്ഞത്. അപ്പം ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ മാസത്തെ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മാസത്തെ ആഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ക്യുമുലേറ്റീവ് എത്ര പലിശ അടിച്ചു. മൂന്നാമത്തെ മാസം വരുമ്പോൾ 1, 2, ആദ്യത്തെ 3 മാസത്തെയും പലിശ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. പലിശ മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ കണ്ടോ 11,718. 11,718 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് അടിച്ചത് ലാസ്റ്റ് ആകുമ്പോൾ. അത് ഓരോന്ന് ആഡ് ചെയ്ത് പോകുന്ന രീതിയിൽ കാണിച്ചു തന്നാൽ സെയിം മോഡൽ തന്നെയാണ് ക്യുമുലേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ വരുന്നത്. ഈക്വൽ ടു CUM നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നേരത്തെ ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നേ ഉള്ളൂ എത്ര ടോട്ടൽ അടക്കണം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മന്ത്ലി അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആയിട്ട് പോകുന്ന രീതിയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, 3% ഡിവൈഡഡ് ബൈ 12, n per into 12, ഇനി പ്രസന്റ് വാല്യൂ 1,50,000, സ്റ്റാർട്ടിംഗ് പീരീഡ് 1 ആണ്. ഓക്കെ, എൻ പീരീഡ് ഞാൻ ഇവിടെ കൊടുത്ത എമൗണ്ട് എത്രയാണ് മന്ത് അത് കൊടുക്കാം. ഇൻറ്റു 0 എൻഡ് ഓഫ് ദ പീരീഡിലാണ് പൈസ എടുക്കുന്നത്. ഓക്കെ, എൻ്റർ ചെയ്യും. എന്നിട്ട് വീണ്ടും ഇവിടെ ഒന്ന് മൈനസ് ഇടുക. എന്നിട്ട് സെൽ വാല്യൂ ആവശ്യമുള്ള സെൽ വാല്യൂ ഒന്ന് നോക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ F4 ഇവിടെ F4 അടിക്കും, ഇവിടെ F4 അടിക്കും. ഇനി ലാസ്റ്റത്തെ C14 F4 അടിക്കണം, കാരണം ഇത് നെക്സ്റ്റ് പോകണം. ഓക്കെ, ഇനി ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ലാസ്റ്റ് ആകുമ്പോൾ 1,50,000 അടിച്ചു തീർത്തു. ആ രീതിയിൽ വരുന്നു. കണ്ടോ,
അപ്പം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇനി എത്ര അടക്കാൻ ബാക്കിയുണ്ടെന്ന്, ഇപ്പം കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര അടച്ചു, ഇത്ര മാസം വരെ എത്ര പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചു, ഇത്ര മാസം വരെ എത്ര പലിശ അടച്ചു, ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.